KRLCC മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസം നെയ്യാറ്റിൻകരയിലായിരുന്നു. അവിടെ ഒരു പാരീഷിലാണ് താമസിച്ചത്. ഇപ്പോൾ രാത്രിയിൽ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇവിടുത്തെ പിള്ളേർ സെറ്റുമായിട്ട് വിഴിഞ്ഞത്ത് സീ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്, അച്ഛൻ ഫ്രീ ആണ്, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു ചെറിയ കാറിൽ എല്ലാവരും കൂടെ 6 പേരുണ്ട്. അപ്പം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ അച്ഛനും ഇവരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം അവർ ഒരേ വൈബാണ്, ഒരേ രീതിയിൽ അവർ സംസാരിക്കുന്നത്. എനിക്ക് വലുത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേരെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് 10-20 വയസ്സുള്ള പിള്ളേരെന്നാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, മക്കളൊക്കെയുള്ള ആൾക്കാരാണ്. അവർ വളരെ ഗൗരവമായിട്ടുള്ള പള്ളിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. ആ പള്ളി കുറച്ചധികം പ്രശ്നങ്ങളുള്ള പള്ളിയാണ്. അവിടുത്തെ വികാരിച്ചൻ ഒരു രാത്രി അവിടെ നിട്ടേച്ച് പോകേണ്ടി വന്നു. പിന്നെ ഈ കൊച്ചച്ഛനാണ് കാര്യങ്ങൾ നോക്കുന്നത്, 1 വർഷമായിട്ടുള്ള അച്ഛനായിട്ട്. പക്ഷേ അച്ഛൻ വളരെ ഭംഗിയായിട്ട് അവരെയൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇവർ ഒരുപാട് വലിയ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു പറമ്പ് നിറയെ പുൽക്കൂടാണ്. അവർ തന്നെ എൻ്റെ ഫണ്ടൊക്കെ കണ്ടെത്തി ചെയ്തിട്ടുള്ളതാണ്. ഇതുമാത്രമല്ല, പല റെക്കോർഡുകളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. മാതാവിൻ്റെ ഏറ്റവും കൂടുതൽ അപ്പാരേഷൻസ് പ്രസൻറ്റ് ചെയ്ത റെക്കോർഡ് അവരുടെ പേരിലുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മാർഗംകളി നടത്തിയതിൻ്റെ ഒരു റെക്കോർഡുണ്ട്. അങ്ങനെ ഗുണപരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള യൂത്താണ്. എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അച്ഛൻ വളരെ ഭംഗിയായിട്ട് അവർ റിലേറ്റ് ചെയ്യുന്നത്, അവരുടെ ഭാഷ, അവരുടെ വൈബ്, അത് കൃത്യമായിട്ടിങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരിരുത്തിയിട്ട് വചനം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പഴയ നിയമത്തിലെ വിളികളുടെ കഥയൊന്നുമല്ല പറയുന്നത്. എടവാടാ, നമുക്ക് മനുഷ്യരെ പിടിക്കാൻ പോവാം. എത്ര ബ്യൂട്ടിഫുള്ളാണ്, എന്ത് ഭംഗിയായിട്ടാണ് ഈശോ അവരുടെ വൈബിലേക്ക് കയറി ചെല്ലുന്നത്. അതുകൊണ്ടല്ല അവർ ഉടനെ വലയും വഞ്ചിയും അപ്പനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈശോയുടെ പുറകെ പോകുന്നത്. കാരണം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഷയിൽ ഈശോ സംസാരിക്കുന്നത്. ഇപ്പോഴുള്ള ജനറേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഷ സഭ പഠിക്കണം.